ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ചാപ്റ്റർ 3 സമാന്തര വരകൾ പാരലൽ ലൈൻസ്. അതിലെ പേജ് 54-ലെ 3-ാമത്തെ ചോദ്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം നോക്കൂ. ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായി ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജം ചതുരമാണെന്ന് തെളിയിക്കുക. ചതുരത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? A quadrilateral is drawn with the midpoints of the sides of a right triangle and its square corner as vertices. Prove that this quadrilateral is a rectangle. What fraction of the area of the triangle is the area of the rectangle? അപ്പോൾ നീല മട്ടത്രികോണം, അതിൻ്റെ മട്ടമൂല ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി വശങ്ങളുടെ മധ്യബിന്ദുക്കൾ, 3 വശങ്ങളുടെ മധ്യബിന്ദുക്കളും അതുപോലെ നമ്മുടെ ഈ മട്ടമൂലയും ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരു ചതുർഭുജം കിട്ടുന്നത്. ഈ ചതുർഭുജം ഒരു ചതുരമാണെന്ന് തെളിയിക്കണം. കൂടാതെ ആ ചതുരത്തിന്റെ പരപ്പളവും ത്രികോണത്തിന്റെ പരപ്പളവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രികോണത്തിന് ABC എന്ന് പേരിട്ടു. വലിയ മട്ടത്രികോണത്തെ ത്രികോണം ABC എന്നും അതിൻ്റെ മട്ടകോൺ കോൺ B സമം 90 ഡിഗ്രി എന്നും കരുതുക. ഇവിടെ ഞാൻ വലിയ മട്ടത്രികോണം എന്ന് പറയാൻ കാരണം ഈ ചിത്രത്തിൽ 3 മട്ടത്രികോണങ്ങളെ കാണാം. ഒന്ന് ADF, 2 FEC, 3 നമ്മുടെ വലിയ ABC. പെട്ടെന്ന് കാണുന്നു. ഓക്കെ, വേറെയും മട്ടത്രികോണങ്ങളുണ്ട്, പക്ഷെ പെട്ടെന്ന് നീല ഭാഗം വരുന്നത്. അപ്പോൾ നമ്മുടെ വലിയ മട്ടത്രികോണം ABC ആണ്. പിന്നെ മട്ടകോണ് കോൺ B സമം 90 ഡിഗ്രിയാണ്. ഇനി നമ്മുടെ വശങ്ങളായ AB, BC അതുപോലെ AC ഇവയുടെ മധ്യബിന്ദുക്കൾ DEF എന്നാണെന്ന് കരുതുക. ലെറ്റ് the right triangle be triangle ABC with the right angle at angle B equal to 90 degree. Let D, E and F be the midpoints of the sides AB, BC and AC respectively. Okay, ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കാര്യം ഉപയോഗിച്ചാണ് ഇവിടെ തന്നിരിക്കുന്ന ആ ചതുർഭുജം ചതുരമാണ് എന്ന് തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് റെക്റ്റാങ്കിൾ ആണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം 2 മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര 3-ാമത്തെ വശത്തിന് സമാന്തരമാണ്. അപ്പൊ ഇവിടെ DF എന്ന വര BCക്ക് സമാന്തരമാണ്. ഇനി BCയുടെ ഭാഗമാണ് B, അതുകൊണ്ട് DF എന്ന വര BE എന്ന വശത്തിനും സമാന്തരമായിരിക്കും. ഓക്കെ, ബൈ മിഡ് പോയിന്റ് തിയറം, ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നില്ല, നമ്മളത് മിഡ് പോയിന്റ് തിയറം എന്ന പേര് ചേർത്തുന്നേ ഉള്ളൂ. The line DF is parallel to the side BC.
ഇനി BE is part of BC. So the line DF is also parallel to the line segment BE. That is, DF is parallel to BE. Okay. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ചതുർഭുജത്തിലെ ക്വാഡ്രിലാറ്ററലിലെ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരം പാരലൽ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ EF എന്ന വര ABക്ക് സമാന്തരമാണ്. ഓക്കെ, കാരണം നമ്മുടെ EF മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വരയാണ്. മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണല്ലോ. അതുകൊണ്ട് EF ABക്ക് സമാന്തരമാണ്. ABയുടെ ഭാഗമാണല്ലോ നമ്മുടെ ഏത് ഈ വശം DB. അതുകൊണ്ട് EF എന്ന വര DB എന്ന വരയ്ക്ക് സമാന്തരമാണ്. The line EF is parallel to the side AB. Therefore, line EF is also parallel to the line segment DB. അപ്പോൾ second pair of opposite sides, അതായത് രണ്ടാമത്തെ എതിർവശങ്ങളുടെ ജോഡി, അതും എന്താണ്, സമാന്തരമാണെന്ന് കിട്ടി. അപ്പോൾ എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജമാണ് DBEF. അതുകൊണ്ട് ഇത് ഒരു സാമാന്തരികമാണ്. എതിർവശങ്ങൾ സമാന്തരമായതിനാൽ ചതുർഭുജൻ DBEF ഒരു സാമാന്തരികമാണ്. Since opposite sides are parallel, quadrilateral DBEF is a parallelogram. ഇനി ഈ സാമാന്തരികത്തിന്റെ, that is പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ, ഒരു കോൺ ബി എന്താണ്, 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ എഫ് തുല്യമായിരിക്കും, 90 ആയിരിക്കും. കൂടാതെ ഈ കോൺ ബിക്ക് അടുത്തുള്ള കോണുകൾ എന്തായിരിക്കും, 180 മൈനസ് ഈ കോണായിരിക്കും. കാരണം ഈ കോണും ഇതിനടുത്തുള്ള കോണും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ കോൺ ബിയും ഇവിടെ കോൺ ഇ, അതായത് BEFും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ 180 മൈനസ് 90 90. അതേപോലെ തന്നെ കോൺ BDFും 90. അപ്പോൾ എല്ലാ ആംഗിൾസും, കോണുകളും 90 ഡിഗ്രിയാണ്. ഇതിലെ ഒരു കോൺ ബി 90 ഡിഗ്രി ആയതിനാൽ സാമാന്തരികം DBEF ഒരു ചതുരമാണ്. ഒരു കോണ് 90 ആയാൽ ബാക്കി 90 ആയിരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സിൻസ് ദ one of the interior angle is 90 degree, angle B is 90 degree, the parallelogram DBEF is a rectangle. അപ്പോൾ ഈ ചിത്രത്തിലുള്ള DBEF എന്ന ചതുർഭുജം ഒരു സാമാന്തരികമാണെന്ന് തെളിയിച്ചതിന് ശേഷം അതിൽ ഒരു കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കിയുള്ള കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു ചതുരമാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും പരപ്പളവുകളുടെ ഭാഗം കണ്ടെത്തൽ. ഫൈൻഡിങ് ദ ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ്
the triangle and the rectangle. ഇനി ഇവിടെ നമുക്ക് ത്രികോണം ABCയിലെ വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് ത്രികോണം ABC 1, 2, 3, 4 ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല 4 തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളായിട്ട് മാറും. അതായത് മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ വലിയ ത്രികോണം തുല്യ പരപ്പളവുള്ള 4 ചെറിയ ത്രികോണങ്ങളായിട്ട് മാറും. ADF, DBE, DEF, FEC ഇങ്ങനെ 4 ത്രികോണങ്ങൾ ഈക്വൽ ഏരിയ തുല്യ പരപ്പളവുള്ള 4 ചെറിയ ത്രികോണങ്ങളായിട്ട് മാറും. ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് DEF, the large triangle is divided into 4 small triangles of equal area. അത് ഇതിൽ നിന്നും ക്ലിയർ ആണല്ലോ. ഇനി ഈ ചിത്രത്തിൽ നമ്മുടെ ചതുരം റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 ചെറിയ ത്രികോണങ്ങൾ ചേർന്നതാണ്. ചതുരം DBEF എന്നത് 2 ചെറിയ ത്രികോണങ്ങൾ ചേർന്നതാണ്. The rectangle DBEF is made of 2 small triangles. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവിനെ 4 ഭാഗമായി ഡിവൈഡ് ചെയ്ത് അതിൽ 2 എടുത്തു. അപ്പോൾ 2/4. വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 2/4 അത് 1/2 ഭാഗമാണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 2/4, that is 1/2 of the total area of the triangle. നമ്മുടെ ത്രികോണത്തിലെ വലിയ ത്രികോണത്തിലെ 4 ഭാഗങ്ങൾ അതിൽ 2 ഭാഗമാണ് നമ്മുടെ ചതുരം. അതുകൊണ്ട് വലിയ ത്രികോണത്തിൻ്റെ 2/4 ഭാഗമായിരിക്കും നമ്മുടെ ഈ ചതുരം. അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണ്. Therefore, the area of the rectangle is half of the area of the triangle. Okay. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൂഫാണ്. അപ്പോൾ ഇത് നമ്മൾ തെളിയിച്ചു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ ഭാഗത്തിലെ 4ാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.